എന്താടാ എന്തോ പോയെ അണ്ണാനെ പോലെ നിൽക്കുന്നത്? നീയോ? നീ എന്താടാ ഇവിടെ? അല്ല, നിനക്കെന്താ ഇവിടെ കാര്യം? അത് അപ്പന്റെ ഷഷ്ടിമൂർത്തിയായിരുന്നു, അതിന് വന്നതാ. എന്തേ? അപ്പന്റെ ഷഷ്ടിമൂർത്തിക്ക് നിനക്കെന്താടാ ഇവിടെ കാര്യം? അതൊക്കെ അവിടെ നിക്കട്ടടിയാ. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി ഇതാ. നീ എന്താ ഇവിടെ എന്തോ പോയി അണ്ണാനെ പോലെ നിൽക്കുന്നത്? അയ്യോ, അണ്ണാനല്ലല്ലോ പൂച്ച. നീ എന്താ ഇവിടെ എന്തോ പോയി പൂച്ചനെ പോലെ നിൽക്കുന്നേ? എന്താ? അത് പെട്ടെന്നെന്തോ, അതൊന്നുമില്ലടാ, പെട്ടെന്നെന്തോ ആലോചിച്ചപ്പോ അങ്ങനെ നിന്നു പോയതാ. അല്ല അളിയാ, നിന്റെ അടുത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവളേതാ? എന്റെ ദേവ, നിന്റെ ഈ സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലേടാ. അയ്യോ, അതൊന്നും പറയില്ല, അതെല്ലാം എന്റെ ബ്ലഡിൽ കലർന്നതാണ്. അല്ല, എന്റെ ബ്രഹ്മചാരിയായ അളിയൻ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതൊക്കെ കണ്ടാ നോം എങ്ങനെ അത് കണ്ടില്ലെന്നടിക്കും. അവൾ എന്റെ കോളേജിലുള്ള കുട്ടിയാ. അവൾക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു അവള് പോയി, അത്രേ ഉള്ളൂ. എന്നാലും പറയടാ, ആരാ പെൺകുട്ടി? തൽക്കാലം നീ അതറിയണ്ട, പറയേണ്ട സമയമാകുമ്പോ ഞാൻ പറയാം. ഓക്കെ? എന്താണ് അളിയ, വല്ല പ്രേമോ? എന്താണ് കാര്യം? ഇനി വല്ല ഡിങ്കു ആണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നിന്റെ കൂടെ നിന്നാ ശരിയാവില്ല. ഞാൻ പോട്ടെ, മാറി. അത് പിന്നെ നീ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ പിന്നെ ഞാൻ അതുകൊണ്ടല്ല അങ്ങനെയെല്ലാം പറഞ്ഞു. എടാ, ഇനിയും കൂട്ടിയടാ, ഞാനും വരുന്നത്. നീ നിന്റെ അപ്പന്റെ ഷഷ്ടിമൂർത്തിക്ക് പോയിട്ട് വാ, എന്നിട്ട് നിന്നെ ഞാൻ കൂട്ടാം. ഓക്കെ? പിന്നെ നീ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു. എവിടെ ഞാനും വരുന്നിട്ട് അടിയാ ഇനിയും കൂട്ടി. എന്റെ പൊന്നു ദേവ, എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ സമയം കളയാതെ പോയേ. നീ നിന്റെ അപ്പന്റെ ഷഷ്ടിമൂർത്തിക്ക് പോയിട്ട് വാ, എനിക്ക് വേറെ പണിയുണ്ട്. മാറി, സമയം കളയാൻ വേണ്ടി. എന്തുവാടാ, നീ വല്ലാത്തൊരു പൂച്ച തന്നെ, കാടൻ പൂച്ച. നീ എവിടെയായിരുന്നു? നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര സമയമായിരുന്നു നിനക്കറിയാമോ? നിനക്ക് പോയാലൊന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്റെ പൊന്നമ്മേ, ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു. ഇന്ന് കുറച്ച് കൂടുതൽ വർക്ക് കിട്ടി, അതുകൊണ്ടല്ലേ. എന്ന് വെച്ച് എടാ, നിന്നെ കാത്തിരുന്ന് ഞാൻ മടുത്തു. ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാലോ എന്ന്. അതുകൊണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കാണ്. ഇപ്പൊ കാത്തിരുന്ന് ഞാൻ ആരായി? നിനക്ക് ഇത് നിനക്കിപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിനാണ് ഞാൻ നിന്നോട് പറയുന്നത്, ഒരു കല്യാണം കഴിക്കണം. അപ്പൊ നിനക്ക് മനസ്സിലാവും ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട്. എന്റെ പൊന്നമ്മേ, ഞാനൊന്നും കഴിച്ചില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മ എടുത്തു വെക്ക്, ഞാൻ ഇപ്പൊ ഒന്ന് കഴിഞ്ഞിട്ട് വരാം. എന്നാ പിന്നെ നീ കൈ കഴുകിയിട്ട് വാ, ഞാൻ അപ്പോഴേക്ക് എല്ലാം വിളമ്പി വെക്കാം. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഇതെന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടാ ഞാൻ ഈ അമ്പലനടയിൽ വെച്ച് പറയുന്നത്. ഇഷ്ടമാണെങ്കിൽ എന്നോട് പറഞ്ഞ, അല്ലെങ്കിൽ മിണ്ടാ വരണ്ട. ഞാൻ സാറിന്റെ അടുത്തേക്ക് വരില്ല. പിന്നെ അവളിത് കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ കുറച്ച് ഗൗരവമേറിയ കാര്യമാണ്. ഞാൻ അവളോട് എന്താ പറയാ? അവളുടെ സ്വഭാവം വെച്ച് എനിക്ക് അവളെ ഇഷ്ടക്കുറവൊന്നുമില്ല. എന്നാലും ഞാൻ എങ്ങനെ പറയും? പണ്ടാരം എനിക്കിതാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഞാനൊരു അധ്യാപകനല്ലേ? അങ്ങനെയാകുമ്പോ ഞാൻ അവളെ പ്രണയിക്കുന്നത് തെറ്റല്ലേ? പക്ഷെ എനിക്ക് അവളെ ഇഷ്ടമാണ്. അപ്പൊ അയ്യോ, ഇങ്ങനെ പോയാൽ മിക്കവാറും എനിക്ക് ശരിയാവൂല. ഞാനിപ്പോ അവളോട് എന്താ പറയാ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിപ്പ ഞാൻ അവളോട് പറയാ? അഭി, അനുരുത് ഒന്ന് കഥ തുറക്കടാ. എന്താടാ, നിനക്കെന്ത് ഈ അസമയത്ത് ഇവിടെ കാര്യം എന്താ? അതൊന്നുമില്ലടെ, എന്റെ അപ്പനും അമ്മയും അപ്പന്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്ന. പിന്നെ അമ്മേനോട് പറഞ്ഞു, അപ്പൊ അമ്മ പറഞ്ഞു നീ ഇവിടെ കിടക്കാൻ, അമ്മക്കും പ്രശ്നമില്ല, നീ ഒന്ന് മാറി, ഞാൻ കയറട്ടെ. അയ്യേ, അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. എന്റെ റൂം എനിക്ക് ഷെയർ ചെയ്യണത് തീരെ ഇഷ്ടമില്ല. നീ കീഴെ വേറെ എവിടെയെങ്കിലും പോയി കിടക്കോ. ഇവിടെ കുറെ റൂമിലല്ലോ, അതിലേതെങ്കിലും എടുത്താൽ മതി. ഓ കീഴടാ. പറ്റൂലെന്ന് പറഞ്ഞാ പറ്റൂല. എനിക്കൊന്നും കഴിയില്ല, ഒന്ന് പോയടാ. നല്ല കടക്ക, എന്താ ഒരു സുഖം. എന്റെ നാടു, എന്റെ നാടു. ഞാൻ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് റൂമിൽ നിന്ന് പുറത്തു ചെയ്യാൻ, എന്റെ റൂമിൽ നിന്നും പോകാൻ. അപ്പൊ നീ പറഞ്ഞു പറ്റില്ല. അതുകൊണ്ട് ഞാൻ നല്ലൊരു പ്രയോഗം നടത്തുക. എന്റെ റൂമിൽ കയറി ഇതായിരിക്കും നിന്റെ അവസ്ഥ, മനസ്സിലായല്ലോ? എന്ന് വെച്ച് മുറിന്ന് ചവിട്ടിപ്പുറത്തേക്കിടണ്ട് വേണ്ട നാറി. മനുഷ്യ പറ്റില്ലാത്ത ദ്രോഹി, കാടമ്പൂച്ച. നിന്നെ എന്നെ കേളം കിട്ടല്ലോ, അപ്പം തരാം. ഇതിന് പ്രതികാരം ചെയ്യും, കണ്ടോ? കാടമ്പൂച്ച നിന്റെ മറ്റവള്. ആയിക്കോട്ടെ,
കിട്ടുമ്പോ ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം. ഒന്ന് പോടാർന്നു. അമ്മ നോക്കമ്മ, അമ്മേന്റെ മോൻ കാട്ടി വെച്ചതിന്റെ നാടു. നിന്നോട് ഞാൻ മലയാളത്തിലല്ലേടാ പറഞ്ഞത് അവന്റെ മുറിയിലേക്ക് കയറി പോകണ്ട, അവൻ നിന്നെ ചവിട്ടി പുറത്താക്കുന്നു. അധിക പ്രസംഗല്ലേനു, അനുഭവിച്ചു. ശരി, ഇപ്പൊ അമ്മയും മോനും ഒറ്റക്കെട്ട്. ഇപ്പൊ ഞാൻ ആരേ? അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെയാണ്. നിനക്കുള്ള റൂം ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്, അവിടത്തേക്ക് പോയിക്കോ. ഇനി ഇവിടെ നിന്നിട്ട് കടന്ന് കയറാൻ നിൽക്കണ്ട, പോ. എന്റെ സർപ്പനാഗങ്ങളെ, നിങ്ങളെങ്കിലും ഞങ്ങൾ ഒന്നിക്കാൻ സമ്മതിക്കണം. നിങ്ങൾക്കറിയാലോ, എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. എന്റെ സങ്കടവും സന്തോഷവും എല്ലാം ഞാൻ ഇവിടെ വന്നല്ലേ പറയാറുള്ളത്. ആ സ്ത്രീ എന്റെ അമ്മയാണ് എന്ന് വെച്ച ഒരു സ്നേഹം എന്നോട് കാണിക്കുന്നില്ല. എനിക്കതിലൊന്നും പരാതിയില്ല. പക്ഷെ ഈ പരീക്ഷിക്കുന്നത് ഒന്ന് നിർത്തിക്കൂടെ? നല്ല ജീവിതം തന്നൂടെ? ഈ പഠനം കഴിഞ്ഞ ആ സ്ത്രീ ആരെങ്കിലും കൂടെ എന്നെ വിവാഹം കഴിച്ചുവിടും. എങ്ങനെയുള്ള ആളാണെന്ന് പോലും ചോദിക്കാൻ അനുവാദമില്ല എനിക്ക്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ ജീവിതം വേണ്ട. ഞാനായിട്ട് തന്നെ കണ്ടുപിടിച്ച എന്റെ വ്യക്തിയാ അനുജിത് സാർ. എനിക്ക് അദ്ദേഹത്തെ മതി, വേറെ ആരെയും എനിക്ക് വേണ്ട. നിങ്ങളെങ്കിലും എന്റെ പ്രണയം മനസ്സിലാക്കി തരണം. ഞാൻ ആഗ്രഹം ചോദിക്കുന്ന ഒരാഗ്രഹം ഇതെങ്കിലും നിങ്ങൾ നടത്തി തരണം. എല്ലാപ്പോഴും ആക്കുന്നത് പോലെ എന്നെ നിരാശയിലാക്കരുത് പ്ലീസ്. എന്റെ അപേക്ഷയും കൈവിടല്ലേ. അല്ലിത ആര്? വല്യമ്മാവനോ? അമ്മാവനെന്താ പറയാതെ വന്നത്? അമ്മാവൻ മാത്രല്ല, ഞാനും ഉണ്ട് കൂടെ. അയ്യോ വല്യമ്മായി, നിങ്ങളുണ്ടായിരുന്നു. എന്താ രണ്ടുപേരും പറയാതെ വന്നേ? ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. എന്താ വിശേഷിച്ച്? മേടത്തില് എന്റെ മോന്റെ അനൂപിന്റെ വിവാഹ, അത് വിളിക്കാൻ വന്നതാ. നീ വരില്ലേ? അനൂപേട്ടിന്റെ വിവാഹം വരുന്നത്? അല്ല, നിങ്ങൾ വരുമ്പോ നിൽക്കാതെ അകത്തേക്ക് കയറി വന്നിരിക്കാൻ നോക്ക്. വാ, വിശേഷം എന്നിട്ട് പറ. അല്ലിതാര്? ഭാസ്കർ ഏട്ടനോ? ഏട്ടനെന്താ പറയാതെ? നീ എവിടെയായിരുന്നു? നിന്നെ എത്ര സമയമായി ഞാൻ ഇവിടെ കടന്ന് വിളിക്കുന്നു, കേട്ടില്ലേ നീ? ഇല്ല, ഞാൻ കേട്ടില്ല, അകത്തായിരുന്നു. ഇച്ചിരി പണിയുണ്ടായിരുന്നു, അത് തീർക്കുന്ന തിരക്കില്ല, അതാ. അല്ല, എന്താ വിശേഷിച്ച്? അല്ല, നിന്റെ മകളുടെ വിവാഹം ഇല്ലേ? ഇവിടെ ഇങ്ങനെ വെക്കാനാ നിന്റെ പരിപാടി? ഇതിനൊക്കെ ആരെ എത്താനാണ്? എനിക്കൊന്നും വയ്യ ഇനി ഇതിന്റെ പിറകെ. മീനൂട്ടി ഉണ്ടല്ലോ, അവളുടെ കാര്യം നോക്കണം. എന്റെ ഏട്ടത്തി നിങ്ങൾ ഇങ്ങനെയാ? അവളെ നോക്കി ഇങ്ങനെയൊക്കെയാണോ പറയണ്ടേ? ഇവളൊന്നും കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല, ഇവിടെ കിടന്ന് ചാവും, അത്ര തന്നെ. ഇതിനൊക്കെ ആര് കെട്ടാനാ? മതി മതി ശ്രീ, ഇതൊന്നും കേൾക്കാനല്ല ഞാൻ വന്നത്. പിന്നെ മേടത്തില് അനൂപിന്റെ വിവാഹമാണ്, വരണം. അനൂപിന്റെയോ വിവാഹോ? എവിടെയാ പെൺകുട്ടി? അല്ല, എങ്ങനെയുണ്ട് കുട്ടിയെ കാണാൻ? തൃശ്ശൂരാ പെൺകുട്ടി. അവൻ പ്രേമിച്ചുകൊണ്ടുവന്നെയാ. നല്ല അച്ചടക്കമുള്ള കുട്ടിയാ. പ്രേമം? കുട്ടി എങ്ങനെയുണ്ട്? അല്ല, വല്ല ദോഷമുള്ള കുട്ടിയാണോ? ഇല്ല, അതിന്റെ പ്രശ്നമൊന്നുമില്ല. 10 പൊരുത്താണ്. പിന്നെ കാരണവന്മാരൊക്കെ അങ്ങ് കൂടി ഉറപ്പിച്ചു. കുട്ടികൾക്ക് ഇഷ്ടാണ്, പിന്നെ എന്തിനാ നമ്മളങ്ങ് എതിരിക്കണേ? അത് നന്നായി. എന്തായാലും ഞങ്ങൾ വരാം. മീനും ഉണ്ടല്ലോ, അവളെയും കൂട്ടി ഞാൻ അങ്ങ് എത്തിയേക്കാന്നേ. അത് കഴിഞ്ഞിട്ട് ഉള്ള ആകെ ഒന്ന് തുടക്കണം. ഒന്നും വൃത്തിയില്ല അങ്ങോട്ട്, ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കുക, അത്രേ. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രമുണ്ട്, അത് കഴുകി വെക്കണം. പിന്നെ അലക്കാൻ കുറച്ച് തുണിയുണ്ട്, അതൊന്ന് വൃത്തിയാക്കി വെക്കണം. മനസ്സിലായല്ലോ? അമ്മേ, അനൂപേട്ടന്റെ വിവാഹത്തിന് ഞാനും കൂടി വന്നാട്ടെ? ഞാനും മീനും വിവാഹത്തിന് പോകും. ഇടയ്ക്ക് കയറി വന്നാലുണ്ടല്ലോ, നിനക്കറിയാലോ. അധികം ഇങ്ങോട്ട് ചോദ്യം വേണ്ട, പറഞ്ഞ പണിയെടുക്കാൻ നോക്കൂ. അല്ല, നീ എന്ന് ഇത്രയും ദിവസം വരാണ്ടെന്നേ? എന്താടി, എന്തേലും കുഴപ്പമുണ്ടോ? ആ തള്ള വല്ലതും നിന്നെ ചെയ്തോ? അമ്മ ഒന്നും ചെയ്തില്ല, എനിക്ക് തീരെ വയ്യ. 2-3 ദിവസമായിട്ട് നല്ല പണിയാ. പിന്നെ എന്താ ചെയ്യാ? എന്നിട്ട് നീ എന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. സാധാരണ വിളിച്ചു അറിയാലോ എനിക്ക് പണിയുണ്ടെങ്കിൽ.
അവ എന്താ നീ എന്നെ വിളിച്ചു പറയാണ്ടെന്ന്? സത്യം പറ, എന്താ പറ്റിയേ? ആ, അതെന്റെ ഫോൺ പൊട്ടിയടി, അതാ. പിന്നെ അത് ഓണാവുന്നില്ല. കൊറേ കോളായിരുന്നു, ഡിസ്പ്ലേ കേടായിന്ന് തോന്നുന്നു, അതാ. പൊട്ടിയതാണോ അല്ല തള്ള എറിഞ്ഞു പൊട്ടിച്ചതാ? സത്യം പറ, എന്താ സംഭവിച്ചേ? അത് വീട്ടില് കുറച്ച് പ്രശ്നമുണ്ടായി. മഴക്കായപ്പോ അമ്മ അതെടുത്ത് പൊട്ടിച്ച്. അതാ ഞാൻ പിന്നെ വിളിക്കാണ്ടെന്ന്. ഏട്ടന്മാര് വീട്ടില് വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവരെ ഫോണിൽ വിളിച്ചേനെ. എന്ത്? അല്ല, അപ്പൊ പൂച്ച നീ സാറിനോട് പറഞ്ഞില്ലേ? നിന്റെ അമ്മക്ക് എന്തിന്റെ പ്രശ്നാടി? അത് എന്റെ വിവാഹം തന്നെയടി, അത് പെട്ടെന്നുണ്ടാവും. അമ്മ ദാസേട്ടനോട് സംസാരിക്കുന്ന കേട്ടു. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ മിണ്ടാതിരിക്കുകയാണോ ചെയ്യണേ? നിന്നെ ഞാൻ എന്താടി പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യണം നീ പറ. ഇപ്പൊ തന്നെ ക്ലാസ്സിൽ വരാൻ പെട്ട പാടി എനിക്ക് അറിഞ്ഞുള്ളൂ. ഒരു വിധത്തിലാ ഞാൻ ക്ലാസ്സിലേക്ക് വന്നത് തന്നെ. നീ പോലീസിനോട് പറ, അല്ലെങ്കിൽ സാറിനോട് പറ. നിന്റെ അവസ്ഥ എന്തായാലും സാറിന് മനസ്സിലാക്കാണ്ടിരിക്കില്ല. അതല്ലെങ്കിൽ നീ പോലീസിനോട് കംപ്ലീറ്റ് ചെയ്യും. ഇതിങ്ങനെ വെച്ചോണ്ടുന്ന സ്ത്രീ നിന്നെ കൂടുതൽ ടോർച്ചർ ചെയ്യുകയേ ചെയ്യൂ. പോലീസിനോട് പറഞ്ഞിട്ട് അയാള് വീട്ടിൽ വന്നിട്ട് വേണം. നിനക്ക് അമ്മയുടെ സ്വഭാവം അറിയാലോ, പിന്നെ അതിനായിരിക്കും അടുത്തത്. എനിക്ക് വയ്യ. നീ ഒന്നും ചെയ്യാതിരിക്കാണോ വേണ്ടത്? എന്തുവാണ് ഈ നടക്കണത്? എനിക്കറിയില്ല ഞാൻ എന്താ. എങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ എന്നെ കൊല്ലുവടി. സ്വത്തുകൾ എന്റെ പേരിലാണെന്നുള്ളത് സകലതും. ഒന്നും അമ്മയുടെ പേരിലല്ല ഉള്ളത്. അതിനൊക്കെ വേണ്ടിയാ ഈ കളിക്കുന്ന കളി മുഴുവൻ. അത് മുഴുവൻ നീ ആ തള്ളയുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് നീ നിന്റെ ജീവിതം നോക്ക്. നീ പറയുന്നത് പോലെയല്ല, അവരുടെ പ്ലാൻ എന്തൊക്കെയോ. നീ സ്ട്രഗിൾ ചെയ്യണ്ട, മടുത്തു. നീ എന്റെ വീട്ടിലോട്ട് വാ, ഞാൻ നിന്നെ നോക്കുക എന്റെ സ്വന്തം സിസ്റ്ററായിട്ട്. നീ വാടി, നീ അവിടെ നിൽക്കണ്ട. അതൊന്നും ശരിയാവില്ല. അതൊക്കെ മുഴുവൻ അതിനേക്കാൾ വലിയ പ്രശ്നമാവും. ഇതിന് ഈ പ്രശ്നം എനിക്ക് വയ്യ. എനിക്ക് എന്താ ശരിയാവുന്നേ? ഞാൻ അതൊക്കെ സാറിനോട് പറയാൻ പോക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. സാർ തന്നെ എടുക്കേണ്ട തീരുമാനം. നീ ഒന്നും പോയി പറയല്ലേ. സാർ എനിക്കൊരു മറുപടിയും തന്നില്ല. എന്താ പറയുന്നേ നോക്ക, എന്നിട്ട് ബാക്കിയൊക്കെ. സ്റ്റെഫി തന്നോടാ അവിടെ നിന്ന്. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളെവിടെ? ആരാധ്യ, കൊറേ ദിവസമായാലോ കണ്ടിട്ട്. സാർ അത് അവൾക്ക് എന്താ പറ്റി? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു, അതാ. അവളിപ്പം വരുന്നില്ലെന്ന് അറിഞ്ഞു. എന്താ അവൾക്ക് പറ്റിയേ? എന്തെങ്കിലും വല്ല അസുഖത്താണോ? സാർ അത് അവളുടെ വീട്ടില് വലിയ പ്രശ്നം നടക്കുക. അവളിനി വരുന്നു എനിക്ക് തോന്നില്ല. കൂടുതലൊന്നും എനിക്കറിയില്ല. പ്രശ്നം വഷളാകുന്നതിന് മുമ്പ് സാർ അവളുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. നീ എനിക്ക് അവളുടെ നമ്പർ തരാമോ? സാറ് വിളിച്ചാ കിട്ടില്ല സാർ. വൈ? അതെന്താ അവൾ വിളിച്ചാ കിട്ടാത്തെ? അതൊക്കെ അവളുടെ അമ്മ എറിഞ്ഞു പൊട്ടിച്ച സാർ, അതുകൊണ്ട് വിളിച്ചാ കിട്ടണമെന്നില്ല. നിനക്ക് അവളുടെ അഡ്രസ് അറിയോ? അതൊന്ന് തരാമോ? അതെനിക്കറിയില്ല സാർ. ഇതുവരെയായിട്ടും അവളുടെ വീട് എവിടെയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അവൾ എന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. സാറ് രജിസ്റ്റർ നോക്കിയാ അവളുടെ ഡീറ്റെയിൽസ് ഇട്ടില്ലേ? അതൊന്ന് ചെക്ക് ചെയ്തോളൂ. മേ ഐ കം ഇൻ സർ? യെസ് കമേൻ. ആ താനെന്താടി ഇവിടെ? എന്താ? അത് പിന്നെ സാർ, എനിക്കൊരു കുട്ടിയുടെ ഡീറ്റെയിൽസ് വരണമായിരുന്നു, രജിസ്റ്റർ ഒന്ന് എടുക്കാൻ. ഓ അതാണോ? അതാ പിയോണിനോട് ചോദിച്ചോ. പിയോൺ. ആരാധികം നമ്പ്യാർ, 19099 270, ശ്രീലകം തറവാട്. അപ്പോ ഇതാണ് നിന്റെ ഡീറ്റെയിൽസ്. ഞാൻ വരുന്നുണ്ട്.
അമ്മ. ശരി. വേഗം അത് ചെയ്. ഇനിയും കുറച്ച് പണിയുണ്ട്, അതും കൂടി ചെയ്യാനുള്ളതാ. വേഗം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ? എന്താ? താൻ ആരാ? എന്താ കാര്യം? അവളെന്താ ക്ലാസ്സിലേക്ക് വരാത്തത്? കുറെ ദിവസമായി വന്നിട്ട്, അതിപ്പം അന്വേഷിക്കാന്ന് വെച്ചു. അതിന് ഞാൻ എന്ത് വേണം? അങ്ങനെയല്ല മാഡം, ഞാൻ ചോദിച്ചത് അവളെ എന്തുകൊണ്ട് അയക്കുന്നില്ല. ഇത്രയും അയച്ചു, ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ. അവസാന വർഷമല്ലേ, ഇതോടെ കഴിയും. എന്തേ, അവള് ക്ലാസ്സിലേക്ക് വരണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. മാഡം, അവളെ പഠിപ്പിച്ച നിങ്ങൾക്ക് തന്നെയല്ലേ ഗുണം. ഞാൻ അവളെ പഠിപ്പിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇത് പറയാൻ വന്നതാണെങ്കിൽ തനിക്ക് ഇവിടുന്ന് പോകാം. വെറുതെ ഇവിടെ നിന്ന് സമയം കളയണമെന്നില്ല. ഇനി കുറച്ചും കൂടി അല്ലേ ഉള്ളൂ മാഡം, അത് പഠിക്കാൻ അനുവദിച്ചുകൂടെ? കുറച്ചു മാസം കൂടിയല്ലേ ഉള്ളൂ. നിനക്കിവിടെ നിന്ന് പോകാം. ഇനി ഇവിടെ ഇരുന്ന് വായിട്ടിറക്കി സമയം കളയണമെന്നില്ല. മാഡം, അവളെ പഠിപ്പിച്ച നിങ്ങൾക്ക് തന്നെയല്ലേ ഗുണം. എന്ത് ഗുണം? അച്ഛനെ കൊണ്ട ഇവളെ കൊണ്ടൊക്കെ ഇനി എന്ത് ഗുണ താൻ ഈ പറയണേ? സാറിന് പോകാം. എനിക്ക് പഠിക്കാൻ വരാൻ താല്പര്യമില്ല. ഞാൻ വരുന്നുമില്ല. സാറിന് പോകാം. ആരാധ്യ, നിന്നോടല്ലേ കയറി പോകാൻ പറഞ്ഞത്? കയറി പോടി. നിങ്ങൾക്ക് കുറച്ചെങ്കിലും പഠിക്കാൻ അനുവദിച്ചൂടെ? ഇനി 2 മാസം കൂടിയല്ലേ ഉള്ളൂ. ഇവിടെ കിടന്ന് വായിട്ടയച്ച് നിന്റെ സമയം കളയണമെന്നില്ല. തനിക്ക് പോകാം. ശരി മാഡം, ഞാനിനി ഒന്നും പറയുന്നില്ല. ഇവിടെ പഠിപ്പിക്കാൻ കഴിയുമോ എന്ന് ഞാനും കൂടി നോക്കട്ടെ. അതെന്താടോ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുന്നു? അതേന്ന് കൂട്ടിക്കോ, വെല്ലുവിളിക്കുക തന്നെയോ? അങ്ങനെയാണെങ്കിൽ നീ അവളെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാൻ ഒന്ന് കാണണം. നടക്കുന്ന കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. താൻ പോകാൻ നോക്കിയേ. ഇത്രയും ആയ സ്ഥിതിക്ക് അതും കൂടി പറയാം അല്ലേ അമ്മേ? ഒരു കാര്യം കൂടി, അവിടെ ഞാൻ തന്നെ ഇവിടെ ഇറക്കി കൊണ്ടുപോകും. അതും കൂടി നിങ്ങൾ തന്നെ കാണേണ്ടി വരികയും ചെയ്യും. കണ്ടോ? എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ധിക്കാരം പറയുന്നു. എനിക്കൊന്ന് കാണണം. അവളുടെ വിവാഹം അടുത്ത മാസം നടക്കും. അത് നടക്കുകയും ചെയ്യും. നീ അവളെ കൊണ്ടുപോവുകയും ചെയ്യില്ല. അതൊന്നും എനിക്ക് കാണണല്ലോ. എന്തായാലും ഞാനിപ്പം പോകുന്നു. നിങ്ങളുടെ മോളെയും കൊണ്ടേ ഞാനിവിടുന്ന് പോകുള്ളൂ. കണ്ടോ? എടി നശൂലം പിടിച്ച ജന്മമേ, നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴാണ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞത്. ഞാൻ ഇതിന് സമ്മതിക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നീ ഇവിടെ കിടന്ന് നരകിച്ച് ജീവിക്കുന്നല്ലാതെ ഒരുത്തന്റെ പീടി ഇറങ്ങി പോവുകയുമില്ല. കണ്ടോ? എനിക്കൊന്നും പറയാനില്ല. നിങ്ങളോട് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ മിണ്ടാതിരിക്കുന്നതാണല്ലോ. ഇവിടെ കിടന്ന് നീ ചാവ്. നീ ഒരുത്തന്റെ കൂടെയും വിവാഹം കഴിഞ്ഞ് പോകുന്നതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്ന ആളെ നീ വിവാഹം കഴിക്കും, അത്ര തന്നെ. തുറക്കില്ല. നീ ഇവിടെ കിടന്ന് ഈ നരകത്തിൽ ജീവിച്ചാ മതി. ഇന്ന് തന്നെ കണിയാരെ ഞാൻ വിളിച്ചു നോക്കുന്നുണ്ട്. പ്രശ്നം വെക്കട്ടെ. എന്നിട്ട് എന്താണെന്നറിയട്ടെ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. സമ്മതിക്കില്ല നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ. ഇവിടെ കിടന്ന് നരകത്തിലുള്ള ജീവിതം മതി നിനക്ക്. സുഖവാസമൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല. എന്നെ ജീവിക്കാൻ സമ്മതിച്ചത് എനിക്കൊരു കുഴപ്പമില്ല അമ്മേ. ഞാനിവിടെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടി ജീവിച്ചോളാം. കഥക തുറക്ക്. എനിക്ക് പേടിയാവണം അമ്മേ. അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ജീവിച്ച് നിനക്ക് കണ്ടവന്മാരുടെ കൂടെ ഇറങ്ങിപ്പോകാനല്ലേടി കാരണം കെട്ടവൾ. കുടുംബത്തിന് നാശപ്പേരുണ്ടാക്കി വെച്ചിട്ട് നീ അങ്ങനെ ജീവിക്കണ്ട അമ്മേ. കഥക തുറക്കമ്മേ. എനിക്ക് പേടിയാവണം. എനിക്ക് പേടിയാവണം അമ്മേ. കഥക തുറക്ക്. ഞാൻ നിങ്ങളെ പറയണ പോലെ ജീവിച്ചോളാം. ഞാൻ ആരുടെ കൂടെ പോവില്ലമ്മേ. കഥക തുറക്ക് അമ്മേ. എനിക്ക് പേടിയാവണം അമ്മേ. അവൾ കരഞ്ഞുകൊണ്ട് ഒരുപാട് അലറി വിളിച്ചിട്ടും ആ സ്ത്രീ അതൊന്നും കാര്യമാക്കിയെടുക്കുന്നില്ല. ദിവസങ്ങൾ കടന്നു പോന്നു. അത്യാവശ്യം അവൾ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടു. അമ്മേ അമ്മേ അമ്മേ, എനിക്കൊരു പെണ്ണിനെ ഇഷ്ടാ. ഇനിയും പറയാതിരുന്നാ ശരിയാവില്ല.
അവളുടെ ജീവിതം ഇപ്പൊ പോകുന്നത് തന്നെ കഷ്ടത്തിലാ. ഇനിയും ആ നരകത്തിൽ കിടന്ന് നരകിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ എനിക്ക് അവിടെ നിന്ന് രക്ഷിക്കണം. അമ്മേ, ഞാൻ അവളെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട്. നീ എന്താ മോനെ പറയണേ? മോനെ അവൾ ആരാ? അവളുടെ പേരെന്താ? ഫോട്ടോ ഉണ്ടോ മോനെ? കാണിക്കടാ. ആരാടാ പെൺകുട്ടി? അവളുടെ പേര് ആരാധ്യ. എന്നോടൊന്നും കൂടുതൽ ചോദിക്കരുത്. ഞാൻ അവളെ ഇറക്കി കൊണ്ടുവന്നോട്ടെ അമ്മേ. പ്ലീസ് അമ്മേ. അവളൊരു പാവം പെണ്ണ, ഒരു പൊട്ടിയാണ്. ഞാൻ അവളെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നോട്ടെ, എന്റെ പെണ്ണായിട്ട്. ശരി മോനെ, നീ വേഗം പോയിട്ട് വാ. നമുക്കൊരു പരാതിയില്ല. നീ കൊണ്ടുപോവാ അവളെ. നീയായിട്ട് കണ്ടുപിടിച്ച പെണ്ണല്ലേ, അവള് പാവായിരിക്കും, എനിക്കറിയാം. എന്റെ മോനെ നല്ല പെണ്ണിനായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. നീ വേഗം പോയിട്ട് വാ. ആ, ഇതാര്? വാര്യർ. അല്ല, വാര്യർ എന്താ ഈ സമയത്ത്? എന്താ വിശേഷിച്ച്? എന്തേലും? നീ അന്നൊരു ആലോചന പറഞ്ഞിട്ടില്ലേ ആരാധ്യക്ക് വേണ്ടിട്ട്? അതിന് പറ്റിയൊരു കൂട്ടർ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അല്ല, നിങ്ങളെല്ലാം നോക്കിയിട്ടല്ലേ? ഞാൻ പറഞ്ഞതുപോലത്തെ ഒരു ചെറുക്കൻ തന്നെയല്ലേ കൊണ്ടുവന്നത്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട, എല്ലാം കറക്റ്റാണ്. അല്ല, അവർക്കൊന്നും കൊടുക്കേണ്ടിയൊന്നും വരില്ലല്ലോ. ഇനി അങ്ങനെ വല്ലതുണ്ടോ? അതൊന്നും വേണ്ടാന്നേ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവരിങ്ങ് വരും. അവളുടെ ചിത്രം കണ്ടപ്പോ ചെക്കൻ അങ്ങ് ഇഷ്ടായി അവൾക്ക്. പിന്നെ ഒന്ന് വിവാഹം കഴിഞ്ഞതാണ്, അതിൻ്റെ ഒരു കുഴപ്പമുണ്ടാവും, അരുതുണ്ടാവുമല്ലോ, നിനക്കിഷ്ടാവും. അവരിപ്പം വരും എന്തായാലും. പെണ്ണിനോട് ഒരുങ്ങിയിരിക്കാൻ പറ. അതൊന്നും കുഴപ്പമില്ല. ആ നശൂലത്ത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിട്ടാ മതി. നാശം. ഞാൻ പോയി നീ ചായ ഉണ്ടാക്കിക്കോ, അവരിപ്പം ഇങ്ങെത്തും. എന്നെ വിളിച്ചിട്ടുണ്ടായി, നീ വേഗം പോ. പിന്നെ ആ കുട്ടിയോടൊന്ന് ഒരുങ്ങി നിൽക്കാൻ പറ, അതിനൊന്ന് നേരാവണ്ണം കാണണ്ടേ. ശരി വാര്യറേ, ഞാൻ അവളോട് ഒരുങ്ങിക്കാൻ പറയാം. അപ്പോഴേക്കും ഞാനും എല്ലാം എടുത്തിട്ട് വെക്കട്ടെ. നിങ്ങളെന്നാ വരാന്തയിലോട്ട് അങ്ങ് ഇരിക്കൂ, ഞാൻ എല്ലാം അവളോട് പറയാം. ശരി, ഞാൻ വരാന്തയിലിരിക്കാം. അവരൊന്ന് വിളിച്ചോക്കട്ടെ, എവിടെ എത്തിയെന്ന് അറിയില്ലല്ലോ. പോയി വൃത്തിയായി കുളിച്ച് ഈ വസ്ത്രം ധരിച്ചിട്ട് പോകാം. നിന്നെ കാണാൻ ഇന്നൊരു കൂട്ടർ വരുന്നുണ്ട്. എന്നെ കാണാനോ? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ? ഇങ്ങോട്ട് ഒരു ചോദ്യവും വേണ്ട. പറയുന്നത് കേട്ടിട്ട് മര്യാദയ്ക്ക് അണിഞ്ഞൊരുങ്ങി വിളിക്കുമ്പോ വന്നോളണം. ഇത് നടക്കില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ അനുവാദം ഇല്ലാണ്ട് എന്നോട് ചോദിക്കാണ്ട് പറ്റില്ല അമ്മേ, ഇത് ഞാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ടൊന്നും പറയണ്ട. അടങ്ങി ഒതുങ്ങി തന്ന വസ്ത്രവും മാറി ആഭരണങ്ങളും ഇട്ട് അണിഞ്ഞൊരുങ്ങി അവരുടെ മുന്നിൽ വന്ന് നിൽക്കണം. അതായിരിക്കും നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിനക്ക് എന്നെ അറിയാലോ. രുദ്രേ, അവര് വന്നു. ശ്രീരുദ്രേ. വന്നു? ഇത്ര പെട്ടെന്ന് എത്തിയോ? വാ, കയറിയിരിക്കെ, അകത്ത് കയറി സംസാരിക്കാം. പിന്നെ സ്ഥലം കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. വാര്യർ വിളിച്ചിരുന്നേ, അതുകൊണ്ട് വേഗം ഇങ്ങെത്തി. രുദ്രേ, പെണ്ണ് വിളിക്ക്, അവർ കാണട്ടെ. ഓ, ഹരിയർ പറഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ അവളെ വിളിക്കാം. ആരാധ്യ, മോളെ ആരാധ്യ, ഒന്നിങ്ങ് വന്നേ. അല്ല, ഈ ചെറുക്കനാരാ? ആര്യവൻ? അതെനിക്കറിയില്ല. നിനക്കെന്താ ഇവിടെ കാര്യം? ആരാ നീ? ഓ, എന്നെ അറിയില്ലേ? അല്ല, നിങ്ങളാൾ കൊള്ളാലോ. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തിച്ചില്ലേ? കൊള്ളാലോ മണി. അതെന്തേ? നിനക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ലല്ലോ. എന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. അവൾക്ക് കുഴപ്പമില്ലാത്ത വിസ്ഥിതിക്ക് പിന്നെ നിനക്കെന്ത് കുഴപ്പം? യാഥാർത്ഥ്യത്തില് അവൾ നിങ്ങളുടെ മകൾ തന്നെയാണോ? നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കണ്ട ദത്തുപുത്രിയാന്നേ പറയൂ. താൻ ആരോടോ? തനിക്കെന്ത് ഇവിടെ കാര്യം?
അല്ല താൻ എന്തൊക്കെ ഈ പറയണേ? അവള് ദത്യപുത്രിയാണെന്ന് തനിക്ക് എങ്ങനെ അറിയോ? ഞാനും അവളും തമ്മിൽ പ്രണയത്തിലാണ്. ഞങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് ഈ വിവാഹം നടക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് ഇതിനെ ഞാൻ സമ്മതിക്കില്ല. അതിനിപ്പോ നിന്റെ സമ്മതം ഞങ്ങൾക്ക് ആർക്ക് വേണം? അതിന് അവള് സമ്മതിച്ചാൽ മതിയല്ലോ. നിങ്ങളുടെ സമ്മതം എനിക്ക് വേണ്ട. എനിക്ക് ആരാധ്യയുടെ സമ്മതം മതി. ആരാധ്യ, അതിന് അവളും കൂടി സമ്മതിക്കണ്ടേ? അവൾ എന്റെ മകളാണ്. അവള് ആരുടെ കൂടെയും വരില്ല. ആരാധ്യ, നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ? വരുന്നോ നീ എന്റെ കൂടെ? കണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ ഇത്ര നാളും നോക്കിയതിന് നന്ദിയുണ്ട്. ഇനി ഇവിടെ ഞാൻ നോക്കിക്കോളാം. നിന്റെ പെണ്ണായിട്ട് പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളുടെ സഹായത്തിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ എവിടത്തേക്ക് പോണേ? അവിടെ എത്തിയിട്ട് അറിഞ്ഞാ പോരെ? ഇപ്പഴേ അറിയണം? ഇപ്പൊ ഒന്നും അറിയണ്ട. അനങ്ങാടിരിക്കും. ഒരു മാറ്റമില്ല. പഠിക്കുന്ന സമയം ഇങ്ങനെ തന്നെ, ഇപ്പൊ ഇങ്ങനെ തന്നെ. അയ്യോ, ഇങ്ങനെ എവിടത്തേക്ക് എന്നെ കൊണ്ടുപോണേ? വാ, എന്തായാലും താലി കെട്ടിയിട്ട് പോവാം. എന്നിട്ട് നീ എന്റെ വീട്ടിൽ കയറിയാ മതി. വാടി. എന്താ പറഞ്ഞേ? താലി കെട്ടാനോ? എന്നെയോ? ഞാൻ നിന്നെ താലിയിട്ടും നീ എന്റെ ഭാര്യയാകും. എന്നിട്ട് എന്റെ വീട്ടിലോട്ട് കയറിയാ മതി. വാ. അമ്മേ, അമ്മേ, ഇതൊന്ന് വരുന്നുണ്ടോ? ഇത്ര സമയം കിടന്ന് വിളിക്കണം. അമ്മേ.